ഇന്നത്തെ നമ്മുടെ റെസിപ്പി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ്. എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മാവ് പൂക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നല്ലേ? ശരിയാണ്. പക്ഷേ എനിക്കിവിടെ വർഷം മുഴുവനും മാമ്പഴമുണ്ട്, അതും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ. ഇത് കണ്ടോ, കഴിഞ്ഞ വർഷത്തെ മാമ്പഴം കേടില്ലാത്തതും പൊട്ടാത്തതുമായ നല്ല മാമ്പഴം നോക്കിയെടുത്ത് നന്നായി കഴുകി വെള്ളമെല്ലാം ഉണക്കിയെടുത്ത് ഇതുപോലൊരു സിബ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെച്ചാൽ മതി. ഞാൻ ചക്ക ഇതുപോലെ അരിഞ്ഞെടുത്ത് സിബ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷായിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇനി ഇതിൽ നിന്ന് ആവശ്യമുള്ളത് നമുക്കെടുക്കാം. ഇത് കണ്ടോ, നല്ല മഞ്ഞ കളറിൽ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ? ബാക്കിയുള്ളത് കവറിലാക്കി വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. നിങ്ങളിൽ പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുമല്ലേ? ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ മാറി നല്ല ഫ്രഷായിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ മണവും രുചിയും എല്ലാം നല്ല ഫ്രഷ് മാമ്പഴം പോലെ തന്നെയാണ് കേട്ടോ. ഇനി മാമ്പഴമായിട്ട് തന്നെ കഴിക്കണമെങ്കിലും നല്ലതാണ്. സാധാരണ നല്ല നാട്ടുമാമ്പഴമാണ് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അത് വളരെ കുറച്ച് സമയത്തേക്കേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ എപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കണമെന്ന് തോന്നിയാലും അപ്പോൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാം തൊലി കളഞ്ഞ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ മാങ്ങ അടിയിൽ പിടിക്കും. ഇനി 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ നന്നായി ഒന്ന് അരച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതാ അരപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ തിളയൊന്ന് നിന്ന ശേഷം ഇതിലേക്ക് നമുക്ക് അധികം പുളിയില്ലാത്ത 1 കപ്പ് നല്ല തൈര് കട്ടയുടച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഞാനിത് തിളപ്പിക്കുന്നില്ല, തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു താളിപ്പ് കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ താളിപ്പിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുവും അല്പം ഉലുവയും 2-3 ഉണക്കമുളകും ഇഷ്ടം പോലെ കറിവേപ്പിലയും ഇട്ട് താളിച്ച ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ഇതിൻ്റെ മണം വരുമ്പോഴേ നമുക്ക് ചോറ് കഴിക്കാൻ കൊതി വരും. നല്ല മട്ടയരി ചോറിനപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി എന്താ ടേസ്റ്റ്! നിങ്ങൾക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ഇനി മാമ്പഴം കിട്ടുമ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്യൂ. അതുപോലെ പിന്നീട് ഉണ്ടാക്കാനായിട്ട് മാമ്പഴം ഇങ്ങനെ സൂക്ഷിച്ചും വെച്ചോളൂ.